Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിട്ട് അതുകൊണ്ടാണ് 5 മിനിറ്റ് വൈകിയത്. മീറ്റിംഗ് തുടങ്ങിയിട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി താമസിച്ചു പോയി. സോറി. തീരാറായില്ലേ? അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എവിടെ തുടങ്ങിയെടുക്കണം? ഞാൻ മിസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോ എടുത്തോ? ഇനി 134 പേജ്. യെസ്, 234 തുടങ്ങിയെടുക്കണം അല്ലേ? അതെ. നമ്മൾ ഇവിടെ വരെ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ രമ്യ മിസ് ടീച്ചറുടെ ക്ലാസ്സിന്റെ പോർഷൻസ് തീരുമ്പോ കുറച്ച് അബ്രിവിയേഷൻസ് ടീച്ചർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്കത് ചെയ്തു തന്നു എന്നാണ് ടീച്ചറും പറഞ്ഞത്. 234 ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ പഠിച്ചു നോക്കിയോ, വായിച്ചു നോക്കിയോ നിങ്ങള്? ഹലോ, വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, നമുക്ക് ബാക്കി ചെയ്യാം. കുറച്ച് പഠിച്ചോളാം. അപ്പൊ 234th വൺ ആണ് നമുക്ക്. PO സ്മോൾ ലെറ്റർ ആണ്. PO സ്മോൾ ലെറ്റർ PO റെപ്രസെന്റ് പെർ OS. ബൈ മൗത്ത് എന്ന് മീൻ ചെയ്യുന്ന പെർ OS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് PO എന്ന് പറയുന്നത് കേട്ടോ. പെർ OS ദാറ്റ് മീൻസ് ബൈ മൗത്ത്. ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എഴുതുമ്പോൾ വായിലൂടെ കഴിക്കുന്നത് അങ്ങനെയൊക്കെ പ്രിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. And PO capital letters എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ്, പോസ്റ്റ് OP. പോസ്റ്റ് ഓപ്പറേറ്റീവ് മീൻസ് ആഫ്റ്റർ ഓപ്പറേഷൻ എന്ന് മീൻ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന അബ്രിവിയേഷൻ ആണ് PO. രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അടുത്തത് PO2. എന്താണ്? O2 ഓക്സിജൻ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെ കാണിക്കാനാണ് PO2 എന്ന് പറയുന്നത്. നമ്പർ കണ്ടല്ലോ, 234th അബ്രീവിയേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത PRN. PRN എന്താണ്? പ്രോ റേ നാറ്റ ആസ് നീഡഡ് എന്ന് വെച്ചാൽ പ്രോ റേ നാറ്റ എന്നുള്ളത് അതിന്റെ ഫുൾ ഫോം ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥമാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആസ് നീഡഡ് അല്ലെ, ആവശ്യത്തിന് എന്നുള്ള മീൻ ചെയ്യുന്ന PRN പ്രോ റേ നാറ്റ ആസ് നീഡഡ് ആണ്. ഇനി അതെന്താ? അതും ഇതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷനിൽ ചില മരുന്നുകളൊക്കെ ഇല്ലേ, എല്ലാ മരുന്നുകളും എന്താ പറയാ സ്പെസിഫിക് ടൈം ഓർഡറിൽ കഴിക്കാനുള്ളതായിരിക്കില്ല അല്ലെ. 1 വീതം 3 നേരം, അല്ലെങ്കിൽ രാത്രി മാത്രം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം, ഹാഫ് പെർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് സ്പെസിഫിക് ടൈമിങ്ങിൽ കഴിക്കേണ്ടതുണ്ട്. എന്നാൽ ചില മെഡിസിൻസ് അങ്ങനെയല്ല. ചിലത് എങ്ങനെയാ? ആസ് നീഡഡ്, അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി അല്ലെ. അങ്ങനെയും പ്രിസ്ക്രിപ്ഷനിലൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോ പ്രോ റേ നാറ്റ PRN എന്നുള്ള ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുക. PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ് എന്ത്? PSI. അതന്നെ, പനിക്കൊക്കെ മരുന്ന് ഇടുമ്പോ ആ പനി ഉണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കഴിക്കാം. ഇത് പിന്നെ പനി ഉള്ളപ്പോ കഴിച്ചാൽ മതി, മാറ്റി വെക്കാം അല്ലെ. നമ്മൾ അങ്ങനെയാണ് കഴിക്കാറ്. PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. PSVT പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്നതിനെ സൂചിപ്പിക്കാൻ PSVT പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്നതിനെ സൂചിപ്പിക്കാറുണ്ട് PSVT. PT പേഷ്യന്റ് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. PT സ്മോൾ ലെറ്റേഴ്സ് ആണ് കേട്ടോ. PT പേഷ്യന്റ്. അതേസമയം ക്യാപിറ്റൽ ലെറ്റർ PT ഫിസിക്കൽ തെറാപ്പിയെ റെപ്രസെന്റ് ചെയ്യാനാണ്. PT ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ ഫിസിക്കൽ തെറാപ്പി. PTA പ്രയോർ ടു അഡ്മിഷൻ എന്ന് ഉണ്ട്. പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആയിരിക്കും ഓരോ സമയത്ത്. ഇപ്പൊ PTA പ്രയോർ ടു അഡ്മിഷൻ, അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സിറ്റുവേഷൻസിലാണെങ്കിൽ PTA അങ്ങനെ ഉപയോഗിക്കുന്നു. പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തത് PTT പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ആണ്.
പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈമിനെ സൂചിപ്പിക്കാൻ PTT എന്ന അബ്രീവിയേഷൻ ആണ് ഉപയോഗിക്കുക. PVC എന്താണ്? പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് എന്നും ഉണ്ട്. ഓക്കെ, പ്രീമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് പോളിവിനൈൽ ക്ലോറൈഡ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത PVD പെരിഫറൽ വാസ്കുലർ ഡിസീസ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് PVD എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. Q means every, എല്ലാ ദിവസവും, എല്ലാ നേരം എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് എവ്രി എന്ന വാക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അവിടെ Q എന്നാണ് അവർ റെപ്രസെന്റ് ചെയ്യുക. QD ആണെങ്കിൽ എവ്രി ഡേ, QD എവ്രി ഡേ. QH എവ്രി അവർ, എല്ലാ മണിക്കൂറും. QID 4 times a day, 4 പ്രാവശ്യം, ദിവസത്തിൽ 4 പ്രാവശ്യം എന്നത് സൂചിപ്പിക്കാൻ QID എന്ന അബ്രീവിയേഷൻ ആണ് ഉപയോഗിക്കുക. QOD എവ്രി അതർ ഡേ, every other day. QOD. RA rheumatoid arthritis അല്ലെങ്കിൽ റൈറ്റ് ആർട്രിയം, ഇത് രണ്ടും വരും. അതും ഇതുപോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ഏതാണോ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അത് അബ്രീവിയേറ്റഡ് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നു. RA rheumatoid arthritis or right atrium. Okay. RAD reactive airway disease, right axis deviation. Right axis deviation എന്നും reactive airway disease എന്നും RAD നെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, RBC റെഡ് ബ്ലഡ് സെൽസ് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. RH റിസസ് ബ്ലഡ് ഫാക്ടർ റോഡിയം, RH റോഡിയം എന്ന് സൂചിപ്പിക്കും റിസസ് ബ്ലഡ് ഫാക്ടർ. ഓക്കെ, then RHD rheumatic heart disease, rheumatic heart disease നെ സൂചിപ്പിക്കുന്നതാണ് RHD എന്ന അബ്രീവിയേഷൻ. ഓക്കെ, ഇനി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് വേഗം മാർക്ക് ചെയ്യാം. PT രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. PT സ്മോൾ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്തതും PT ക്യാപിറ്റൽ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്തതും 240, 241 and 242. PTA, PVD peripheral vascular disease, PVD, RBC red blood cells, RHD rheumatic heart disease. R എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. R നോക്കിയേ, ഓക്കെ. നമ്പേഴ്സ് ഒന്നുകൂടി പറയാം. 240, 240, 241, 242, then 245, 253 and 255. ഓക്കെ, യെസ്. അപ്പൊ അടുത്തത് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. 256 അബ്രീവിയേഷൻ 256 RL. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കോ? കിട്ടിയോ? RL റിംഗേഴ്സ് ലാക്ടേറ്റ്, റിംഗേഴ്സ് ലാക്ടേറ്റ്, സോഡിയം ലാക്ടേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ റിംഗേഴ്സ് ലാക്ടേറ്റിനെ സൂചിപ്പിക്കാനാണ് RL എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുക. RLL റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. ഏതാണ്? റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് ആണ് RLL. RLQ റൈറ്റ് ലോവർ quadrant of the abdomen. Right lower quadrant of the abdomen, RLQ. RL registered nerves in the short form ആണ്. RL R/O rule out. slash ഇട്ടിട്ടുണ്ട് കേട്ടോ. R/O ആണ് rule out. ROM range of motion, rupture of membrane. രണ്ടും സൂചിപ്പിക്കാനായിട്ട് ROM ഉപയോഗിക്കുന്നുണ്ട്. range of motion, rupture of membrane. RLL right upper lobe of the lung. നേരത്തെ പറഞ്ഞ പോലെ അത് RL ആയിരുന്നു, ഇവിടെ RU ആണ്. അപ്പൊ റൈറ്റ് അപ്പർ, ലോവറിന്റെ ആണ് L വന്നത്. റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദി ലങ് ആണ് RUL. RUQ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡമൻ. അല്ല, അപ്പറും ഉണ്ട് ലോവറും വന്നിട്ടുണ്ട്, രണ്ടും വന്നിട്ടുണ്ട്. RULL RULും RLLും വന്നിട്ടുണ്ട്, RUQ വന്നിട്ടുണ്ട്, RLQ വന്നിട്ടുണ്ട്. RX കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ആ ചാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ പറയാ, ഇടതുവശത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഡോക്ടേഴ്സ് ഇങ്ങനെ RX എന്ന് എഴുതിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാം.
പ്രിസ്ക്രിപ്ഷൻസ് എന്ന് കാണിക്കാനാണ് RX ഉപയോഗിക്കുക. S ഇട്ടിട്ട് ഒരു ചെറിയ ഹൈറ്റ് ഇട്ടിട്ട് വിത്തൗട്ടിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് S. Then SC, subcutaneous secretory component. Subcutaneous secretory component എന്നതിനെ സൂചിപ്പിക്കുന്ന SC. SICU നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെ പലതായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെയൊക്കെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് ഇന്റൻസീവ് കെയർ വേറെ നമ്മൾ നിയോനേറ്റീവ് അല്ലെ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU എന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ SICU അതുപോലെ തന്നെയാണ്. എല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് സർജിക്കൽ. SIDS, സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം. സഡൻ ഡെത്ത് ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം ആണ് SIDS. SL, sublingual ആണ് SL. SOB, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. SOB. SQ നേരത്തെ പറഞ്ഞ സബ്ക്യൂട്ടേനിയസിന്റെ ഒരു ഷോർട്ട് ഫോം തന്നെയാണ്. SQ എന്ന് മാത്രം ഉണ്ടെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ആണ്. Then SS, രണ്ട് സ്മോൾ ലെറ്റർ S represents half, പകുതി. ചിലപ്പോൾ പകുതി വീതം, ഗുളികയുടെ പകുതി വീതമൊക്കെ എഴുതുകയാണെങ്കിൽ SS എന്ന് ഉപയോഗിക്കാം. അതേസമയം S എന്താ പറയാ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ S/ കാണിച്ചാൽ സൈൻസ് ആൻഡ് സിംറ്റംസ്, എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങളോ അടയാളങ്ങളോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ S/S എന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്നാണ് അതിന്റെ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം. അടുത്ത STAT, സ്റ്റാറ്റ്, ഇമ്മീഡിയറ്റ്ലി, എന്താ പറയാ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, എളുപ്പം ഒക്കെ വേണ്ടത്. STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് STD. SUB, അതായത് സബ് ക്യൂ, അതും സബ്ക്യൂട്ടേനിയസ് തന്നെയാണ്. നമ്മളൊക്കെ സബ്ക്യൂട്ടേനിയസിന് SQ എന്ന് പറഞ്ഞു, സബ് ക്യൂ എന്ന് പറഞ്ഞിട്ടാലും സബ്ക്യൂട്ടേനിയസ് തന്നെയാണ്. ഓക്കെ. Then SVT, supraventricular tachycardia ആണ്. supraventricular tachycardia, SVT. ഓക്കെ. SX, സിംറ്റംസിന്റെയാണ് SX എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SYM എന്ന ഷോർട്ടിൽ എഴുതിയാലും സിംറ്റംസ് തന്നെ. സിംറ്റംസിന് രണ്ട് അബ്രിവിയേറ്റഡ് ഫോം ഉണ്ട്, SX ഉണ്ട്, SYM എന്ന ഷോർട്ട് ഫോമിൽ എഴുതിയാലും സിംറ്റംസ് എന്ന് തന്നെയാണ് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് വായിക്കുന്നത്. ഓക്കെ. സോ മാർക്ക് ചെയ്യാം. ഇനി ആ പേജിലുള്ളത് 259, 269. 259 ഏതാ? RN, രജിസ്റ്റേർഡ് നഴ്സ്. ഓക്കെ. Then ROM, range of motion, rupture of membrane, ROM. RX, prescription, SICU, surgical care intensive care unit, surgical intensive care unit. Sudden infant death syndrome, SIDS, അത് മാർക്ക് ചെയ്യണം. 268 SIDS. S/S, ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ S, സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നതിന്റെ S/S, 273. Then 275 STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 7 ആണോ നോക്കുക. എല്ലാവർക്കും കിട്ടിയോന്നും നോക്കുക. 7 മാർക്ക് ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കുക. മാർക്ക് ചെയ്തത് മാത്രം നന്നായി പഠിക്കണം. ബാക്കിയുള്ളത് റെഫർ ചെയ്യാതെ വിടരുത്. റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാണ് ഇതൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഹോസ്പിറ്റൽസിൽ അവര് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ ഇത് ഇന്നതാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നതാണ് അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനാണ്. ഓക്കെ. ഏതെണ്ണം കിട്ടിയോ എല്ലാവർക്കും? Yes. ഓക്കെ. അടുത്ത 280 ടേബിൾ. TAB. ഓക്കെ. TB, ട്യൂബർകുലോസിസ്. TBA. എന്താണ് TBA?
TBA എന്ന് പറയുന്നത് ടു ബി അഡ്മിറ്റഡ് അല്ലെങ്കിൽ ടു ബി അനൗൺസ്ഡ്, രണ്ടിനും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുക. TB ഒക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, പണ്ട് ഉണ്ടായിരുന്ന ഒരു അസുഖമാണെങ്കിൽ നമുക്ക് ഭയങ്കര വയറായിട്ട് മാത്രമേ TB കേൾക്കാറുള്ളൂ. അതേസമയം TBA വരുമ്പോൾ ടു ബി അഡ്മിറ്റഡ് ഓർ ടു ബി അനൗൺസ്ഡ് എന്നാണ്. TBSP എന്താണ്? ടേബിൾ സ്പൂൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന് ഷോർട്ടായിട്ട് നമ്മളും സാധാരണ ഉപയോഗിക്കാറുണ്ട് തോന്നുന്നത്. കോമൺ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ TBSP എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂൺ ആണ്. TECH ടെക്നോളജിസ്റ്റ്, ടെക്നീഷ്യൻ എന്നുള്ളതാണ് ടെക്. TIA ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക്, ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് TIA എന്ന് പറയുന്ന ഷോർട്ട് ഫോം. ഓക്കെ, TID 3 times a day, നമ്മൾ QID 4 times a day എന്ന് പറഞ്ഞതുപോലെ ഇവിടെ TID 3 times a day ആണ്. TKO to keep open, തുറന്നു വയ്ക്കുക അല്ലെ, സർജറി ഒക്കെ സമയത്ത് അത് ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. TTR ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ അല്ലെ, വൈറ്റൽ സയൻസ് ആണ്. അതായത് ഒരു രോഗിയൊക്കെ ചിലപ്പോ എന്താ പറയാ, നമ്മൾ സർജറി ഒക്കെ വരുന്ന സമയത്ത് ആളുടെ ഈ പറയുന്ന വൈറ്റൽ സയൻസ് ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ അഡ്മിറ്റഡ് ആകുന്ന സമയത്തും പേഷ്യൻസിന്റെ ഈ വൈറ്റൽ സയൻസ്, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ഒക്കെ ലെവൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. അതിനെയാണ് TPR എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ടോ TPR എന്ന് വെച്ചാൽ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം ആ പേഷ്യന്റിന്റെ ചെക്ക് ചെയ്ത് അവിടെ നോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നഴ്സസ് അതിന് റെസ്പോൺസിബിൾ ആയവര് അതനുസരിച്ച് ചെയ്യും. ഓക്കെ, then TSP അതും അത് നേരത്തെ നമ്മൾ TSPB ആണ് ടേബിൾ സ്പൂണിന്. ഇവിടെ TSP മാത്രമേ ഉള്ളൂ. അപ്പൊ ടീസ്പൂൺ ആണ് കേട്ടോ. TEASPOON ടീസ്പൂൺ ആണ് TSPക്ക് വേണ്ടിയിട്ടുള്ളത്. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞത് TSP ആണ്, ഇവിടെ നമ്മൾ TSP എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. TX ട്രീറ്റ്മെന്റ് ആണ്. TX ട്രീറ്റ്മെന്റ്. U ഫോർ യൂണിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. UA യൂറിനാലിസിസ് അല്ലെ, യൂറിനാലിസിസ് ആണ്. നമ്മുടെ യൂറിൻ അനലൈസ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടി UA. UE അപ്പർ എക്സ്ട്രിമിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് UE. URI അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, URI. ഓക്കെ, USP യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ, മീൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. USP എന്നതിന്റെ ഫുൾ ഫോം ആണ്. UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഠിച്ചിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, യൂറോളജി അല്ലെ. UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഷോർട്ട് ഫോം ആണ്. VD വെനേറിയൽ ഡിസീസ്, അതും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ അല്ലെ. നമ്മൾ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ വെനേറിയൽ ഡിസീസ് പറഞ്ഞതാണ് VD. ഓക്കെ, VOL വോളിയം, അത് സാധാരണ മാത്സിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. VOL വോളിയം. VS വൈറ്റൽ സയൻസ്, നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ഒക്കെ അത് വൈറ്റൽ സയൻസ് ആണ്. അതിന്റെ എഴുതുന്നത് ഷോർട്ട് ആയിട്ട് ഏത് വൈറ്റൽ സയൻസ് കാണിക്കാൻ വേണ്ടി VS എന്നാണ് എഴുതുക. W സ്ലാഷ് ഇട്ടുണ്ട്, W/width ആണ്. WBC വൈറ്റ് ബ്ലഡ് സെൽ ആണ്. WNL വിത്തിൻ നോർമൽ ലിമിറ്റ്സ്, WNL. അടുത്തത് W/O സ്മോൾ ലെറ്റേഴ്സ് ആണ്. വിത്തൗട്ട് സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ലെറ്റേഴ്സിന്റെ അപ്പർ ലിമിറ്റിൽ എന്താ പറയാ, അപ്പർ കേസിലും ലോവർ കേസും ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി മനസ്സിലാക്കണം നമ്മൾ. W/O വിത്തൗട്ട് ആണ്, സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് TB, TBA, TBSP. ആ മൂന്നെണ്ണം അടുപ്പിച്ച് 281, 82, 83, 281, 82, 83 അതടുപ്പിച്ച്. പിന്നെ 294 URI upper respiratory infection, URI. Then VS vital signs, then WBC white blood cells, then W/O without. അപ്പൊ എത്രണ്ണായി? വീണ്ടും എണ്ണായില്ലേ? എണ്ണം SN. ഒന്നൊരു പറഞ്ഞു കൊടുക്കണോ? ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ആരെങ്കിലും? 281 തുടങ്ങി 81, 82, 83. പറയാം രജനി പറയണ്ട് കേട്ടോ. 281, 82, 83 അത് മൂന്നും അടുപ്പിച്ച്. പിന്നെ വന്നത് 294 URI, 294 ആണ് പിന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് VS അല്ലേ പറഞ്ഞത്? അത്
VS vital signs, WBC white blood cells, then W/O without. കിട്ടി അല്ലേ? ഏഴെണ്ണം തന്നെയാണെന്ന് തോന്നുന്നത് അല്ലെ? ഏഴെണ്ണം തന്നെയല്ലേ ഈ പേജിലോ? ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 304 അടുത്തത്. അടുത്ത അബ്രിവേഷൻ. ഇനിയുള്ളതൊക്കെ കുറച്ച് സിമ്പിൾസ്, ഒരക്ഷരം, കുറച്ച് അടയാളം, അങ്ങനെയൊക്കെ ഒരു സയൻസ് ആൻഡ് സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള അബ്രിവേഷൻ ആണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് WT, സ്മോൾ ലെറ്റേഴ്സ് ആണ്. വെയിറ്റ്, കുട്ടികൾ ആളുകളുടെ വെയിറ്റ് നോക്കണമെന്നൊക്കെ. സ്പീഡ് കുറയ്ക്കണോ? എങ്ങനെ പറയുന്നത്? ഞാൻ 3 പ്രാവശ്യം പറയണ്ടല്ലോ. നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. ഒന്നുകൂടി പറയണ. WT വെയിറ്റ്. WTയും സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ്. വെയിറ്റ് എന്നതിനെ സൂചിപ്പിക്കുന്ന അബ്രിവിയേഷൻ അങ്ങനെ കാണിക്കുള്ളൂ. അതായത് ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ സാധാരണ അബ്രിവിയേഷൻ വിചാരിക്കുമ്പോ PO അല്ലെ, അങ്ങനെയൊക്കെ ഒരു 2 അക്ഷരത്തെ റിപ്രസെന്റ് ചെയ്യുന്ന വാക്കുകളോടെ ഉണ്ടായിരിക്കണം അതിന്റെ എക്സ്പാൻഡഡ് ഫോമിലും. പക്ഷെ ഇതിന് നമുക്ക് ഇവിടെ ഓരോ സിമ്പല്, ഒരക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരങ്ങൾ മാത്രമേ ചേർത്ത് അബ്രീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണത് അവര് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ WT മാത്രം വരുമ്പോ വെയിറ്റ്. ഓക്കെ, YO ഇയർ ഓൾഡ്, അത് ഇവിടെ 2 അക്ഷരം തന്നെ ആ 2 വേർഡ്സിന് ഷോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക. ഇയർ ഓൾഡ്, ഇയറിന്റെ Yയും ഓൾഡിന്റെ Oയും. YO. അടുത്ത X ഇട്ടിട്ട് ഒരു ഹൈഫൺ, എക്സെപ്റ്റ് ഒഴികെ എന്നാണ് അർത്ഥം. X ഒരു ഹൈഫൺ, എക്സെപ്റ്റ്. ഇത് എങ്ങനെ സ്പീഡ് കൂടുന്നതാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, പിന്നെ ഒരു 1 ഇട്ടിട്ട് മോളിൽ ഒരു ഡിഗ്രിയുടെ ഒരു 0 ഇട്ടിട്ടുണ്ട്. പ്രൈമറി, പ്രാഥമികം. ഒന്നാമത്തേത് ഫസ്റ്റ് പ്രൈമറി എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയാനോ അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ്. ഒരു 1 ഇട്ടിട്ട് പൊക്കത്തിൽ ഒരു 0 ഇട്ടിട്ടുണ്ട് പ്രൈമറി. അപ്പൊ സെക്കൻഡറിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത 2 ഇട്ടിട്ട് ഒരു 0 ഇട്ടിട്ട്. സെക്കൻഡറി ദ്വിതീയം, രണ്ടാമത്തേത്. ഓക്കെ, പിന്നെ ഒരു ആരോ മാർക്കുകളാണ് 2 കാണിച്ചേക്കണം. ഒരു അപ്വേർഡ് ആരോ മാർക്ക് കാണാം. ഇറ്റ് ഈസ് represented as increased, കൂടി. ടെമ്പറേച്ചർ ഹൈ ആയി എന്നൊക്കെ പറയാം, നേരത്തെ കൂടി. അതേസമയം ഡിക്രീസ്ഡിലെ കാണിക്കാൻ താഴോട്ടേക്കുള്ള ആരോ മാർക്കാണ്. ഓക്കെ, ഇൻക്രീസ്ഡിന്റെയും ഡിക്രീസ്ഡിന്റെയും എന്താ പറയാ സൈൻ ആണ് ആ കൊടുത്തിരിക്കുന്ന. അപ്വേർഡ് ആരോ മാർക്ക് ഇൻക്രീസ്ഡിനെ കൂടി, താഴേക്കുള്ളത് ഡിക്രീസ്ഡിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് ഒരു 0 ഇട്ടിട്ട് അതിന്റെ പൊക്കത്തിൽ കൂടി അതിന്റെ എന്താ പറയാ ക്രോസ് ആയിട്ട് ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നൾ, നോ, നോട്ട് എന്നൊക്കെ പറയാം. അതായത് ശൂന്യം എന്ന് പറയുന്നത് നമ്മള് നൾ എന്താ പറയാ ബോക്സ് അല്ലെങ്കിൽ എംറ്റി, ഒഴിഞ്ഞത്, ഒന്നുമില്ലാത്തത് എന്നൊക്കെ സൂചിപ്പിക്കാൻ അങ്ങനെ പറയാറുണ്ടല്ലോ. നൾ എന്നൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ നേരത്തെ അത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? കേട്ടില്ലേ? അങ്ങനെ നള്ളെന്നൊന്നും കേട്ടില്ലേ ആരും? നോ, നോട്ട്, നള്ള് എന്നൊക്കെ സൂചിപ്പിക്കാൻ അത് ഉപയോഗിക്കാറുണ്ട്. 0 ഇട്ടിട്ട് ഒരു ക്രോസ് ഒരു വരാം. ഓക്കെ, 0ന്റെ പൊക്കത്തിൽ കൂടി തന്നെ വേണം. അടുത്തത് ക്യാപിറ്റൽ R റെപ്രസെന്റ്സ് റൈറ്റ് സൈഡ്, വലതുവശം. അതുപോലെ തന്നെ L എന്നതിന് ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് ലെഫ്റ്റ് എന്നതിനെ സൂചിപ്പിക്കാനാണ്. അടുത്തത് എന്താ? അടുത്തൊരു ന്യൂന്റെ ഒരു ചിഹ്നമുണ്ട്. ന്യൂ, ദാറ്റ് മീൻസ് മൈക്രോ എന്നാണ് അതിന്റെ മീനിങ്. എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയുന്ന ആ ഒരു സിമ്പിൾ ഫെമിലിയർ ആയിരിക്കാം. ഉണ്ടോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സിമ്പിൾ? ന്യൂന്റെ സിമ്പിൾ കണ്ടോ? നിങ്ങൾ M അല്ല കേട്ടോ, അത് ഇങ്ങനെ നീട്ടി ഒരു സൈഡിൽ നിന്ന് നേരെ വരച്ചിട്ട് പിന്നെ ഇങ്ങനെ പൊക്കത്തേക്ക് പകുതിക്കിട്ട് നിർത്തി. യെസ്, അത് ന്യൂന്റെ സിമ്പിൾ ആണ്. മൈക്രോ മീൻസ് സ്മോൾ, ടൈനി എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത 2 സിമ്പിൾ നമുക്ക് ഫെമിലിയർ ആയിരിക്കാം. സയൻസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ആൽഫ ആൻഡ് ബീറ്റ അല്ലെ? ഇങ്ങനെ ഒരു സാധനം നമ്മുടെ പണ്ടത്തെ റു എന്ന് പറയുന്ന ഒരു അക്ഷരം തിരിച്ചിരുന്ന പോലെയോ അതിനകത്ത് ഉള്ളിൽ കൂടി ഒരു സാധനം കയറും അല്ലെ? അത് ഉള്ളിൽ കൂടി കയറില്ല, ഇങ്ങനെ വന്നിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ സാധനം അല്ലെ? അത് ആൽഫ എന്നതിനെ സൂചിപ്പിക്കാൻ. ബീറ്റ അതുപോലെ തന്നെ. ബി എന്ന് പറയുന്ന ഒരു ലെക്ചർ പോലെ തോന്നിയിട്ട് ബിയുടെ അവിടേക്ക് ഒരു വാല് കുറച്ചുകൂടി നിർത്തിയിടും. അപ്പൊ ആൽഫ, ബീറ്റ അതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത് ഒരു എന്താ പറയാ ഒരു അപ്രോക്സിമേറ്റ്ലി ചിഹ്നമാണ്. ഒരു അപ്രോക്സിമേറ്റിന്റെ ചിഹ്നമാണ്. അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്ലി ഈക്വൽ, അതായത് കൃത്യമായിട്ട് എന്ന് പറയാൻ പറ്റാത്ത ഒന്നതിനെ സൂചിപ്പിക്കാൻ നമ്മൾ അപ്രോക്സിമേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ, പൈയുടെ ഏകദേശ വില. എന്താ പൈ എന്ന് പറഞ്ഞാൽ? പൈ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ?
പൈ ആർ സ്ക്വയർ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് പൈ ആർ സ്ക്വയർ അല്ലെ. 2 πr സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ്. അതിനകത്തൊരു പൈ പറയില്ലേ, ആ പൈ ആണ് കേട്ടോ. ആ പൈന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് S3.14 ആണ്. 3.14. അത് കൃത്യമാണോ? അല്ല. അത് ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വില കൂടി ഉണ്ട് പൈക്ക്. 22/7 22/7 വില കൂടി ഉണ്ട് പൈക്ക്. ഐദർ 22/7 നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ 3.14 ഉപയോഗിക്കാം. ഈ 22/7 ആണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 3.14. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി 3.14. 3.14 എന്ന് പറയുന്നത് കൃത്യമായ പൈന്റെ വിലയല്ല. അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതെവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ് ചിഹ്നമാണ് നമ്മൾ പൈയുടെ വാല്യൂകൾ ഉപയോഗിക്കുക. പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് സാധാരണ എഴുതാൻ പാടില്ല, തെറ്റാണ്. ബിക്കോസ് പൈയുടെ അപ്രോക്സിമേറ്റിന്റെ ആ ചിഹ്നം ഇങ്ങനത്തെ സാധനമുണ്ട്. എന്നിട്ട് എങ്ങനെ 3.14 ഓർ 22/2 എന്ന് എഴുതും. ബിക്കോസ് അത് കൃത്യമായ വിലയല്ല എന്നാണ്. ഓക്കെ, പറഞ്ഞു മാത്രമേ ഉള്ളൂ. അടുത്തത് x2. എക്സ് ഇട്ടിട്ട് ഒരു 2 എഴുതിയിട്ട് റൈംസ് 2, അല്ലാതെ റൈംസ് 2 എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആണത് x2. പിന്നെ ഒരു പെർ സ്ലാഷ് എന്ന് പറയുന്നത് പെർ അവർ, കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മൾ എഴുതാറില്ല. എങ്ങനെ എഴുതണേ? കിലോമീറ്റർ പെർ അവർ എങ്ങനെ എഴുതണേ? KM എന്നിട്ട് ഒരു സ്ലാഷ് ഇടും, എന്നിട്ട് അവർ എഴുതും. എങ്ങനെയാ വായിക്കുന്നത്? എങ്ങനെ വരും? കിലോമീറ്റർ പെർ അവർ എന്ന് വായിക്കും. ഓക്കെ, യെസ്, അത് തന്നെയാണ്. അത്ര തന്നെയാണ് ഇവിടെയും പെർ. ഓക്കെ, അടുത്തത് എന്താ? നോട്ട് ഈക്വൽ, തുല്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? തുല്യമായ ഇതിനെ നമ്മൾ ഈക്വൽ സൈനോട് ഉപയോഗിക്കുക. അതിന്റെ ഇടയിൽ കൂടി ഒരു വെട്ട്. ദാറ്റ് മീൻസ് എന്താണത്? നോട്ട് ഈക്വൽ ടു എന്നാണ് അർത്ഥം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ. ഇതൊക്കെ നമ്മൾ മാത്സിലൊക്കെ കണ്ടെത്തുന്ന സാധനങ്ങൾ തന്നെയാണ്. ഗ്രേറ്റർ ദാൻ എങ്ങോട്ടേക്ക് തിരിച്ചിരിക്കണം? ഗ്രേറ്റർ ദാൻ ഇടത്തോട്ടേക്ക് വാ തുറന്നിരിക്കുന്നതാണ് ഗ്രേറ്റർ ദാൻ, വലത്തോട്ടേക്ക് വാ തുറന്നിരിക്കുന്നതാണ് ലെസ് ദാൻ. ഓക്കെ, ക്വസ്റ്റ്യനബിൾ ആണ്. അതായത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ വന്നേ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്, ക്വസ്റ്റ്യനബിൾ ആണ്. അടുത്ത എന്താ? ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിമ്പിൾ അവിടെ കാണുന്നുണ്ട്. ഇറ്റ് മീൻസ് എന്താ പറയാ, ഡെൽറ്റ എന്നാണ് അതിന്റെ മീനിങ്. ചേഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ആ സാധനം സൂചിപ്പിക്കുന്നത് ചേഞ്ച് എന്നാണ്. പക്ഷെ ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയാൻ പാടില്ല, നമ്മൾ അതിനെ ഡെൽറ്റ എന്ന് സൂചിപ്പിക്കാം. ഡെൽറ്റ മീൻസ് ചേഞ്ച്. എന്തെങ്കിലും സാധനത്തിന് നേരത്തെ ഉള്ളതിൽ നിന്നും ഇപ്പൊ അത് വ്യത്യാസമാണെങ്കിൽ ആ എത്ര വ്യത്യാസം വന്നു എന്നതിനെ സൂചിപ്പിക്കാനൊക്കെ ഡെൽറ്റ എന്ന് ഉപയോഗിക്കും കേട്ടോ. ഡെൽറ്റ എന്നാണ് ആ സിംബലിന്റെ പേര്. അതിന്റെ മീനിങ് ചേഞ്ച് എന്നാണ്. ക്ലിയർ ആയോ? ആ സിംബലിന്റെ പേര് ഡെൽറ്റ എന്നാണ്, പക്ഷെ അതിന്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത് ചേഞ്ച് എന്ന്. അവിടെ എത്തിയിരിക്കുന്ന മീനിങ് ആണ്. നമുക്ക് അതിന്റെ ആ സാധനത്തിന്റെ സിംബലിന്റെ പേരൊന്നും അവിടെ ഒന്നിനെയും കൊടുത്തിട്ടില്ല. ഓക്കെ, നേരത്തെ മൈക്രോന്റെ ആ സാധനത്തിന്റെ പേര് മ്യൂന്നാണ്, പക്ഷെ അത് അവിടെ കൊടുത്തിട്ടില്ല. അവരതിന്റെ മീനിങ് മാത്രമേ ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. ഓക്കെ, ആൻഡ് മറ്റേത് നെഗറ്റീവ് ആണ്. ഒരു ചെറിയൊരു വര, അത് നെഗറ്റീവ് ആണ്. ഹൈഫൺ അല്ല, നെഗറ്റീവ്. നെഗറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും കാര്യം സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുക? ആ ഒരു സിമ്പിൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഈ പേജിലെ സിമ്പിൾസ് ഒക്കെ മനസ്സിലായല്ലോ. WP മാർക്ക് ചെയ്യുക, വെയിറ്റ്. WP വെയിറ്റ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ആൽഫ ബീറ്റ അത് രണ്ടും മാർക്ക് ചെയ്യുക. ആൽഫ ബീറ്റ. ദെൻ ഡെൽറ്റ ചേഞ്ച്, അതും മാർക്ക് ചെയ്യുക. ഒന്നാമത് വെയിറ്റ്, ആൽഫ ബീറ്റ ഡെൽറ്റ. 4 നോക്കി മാർക്ക് ചെയ്തേ. യെസ്, ഓക്കെ. അടുത്തത് 326, 327 രണ്ടെണ്ണേ ഉള്ളൂ. അത് ഒന്ന് മെയിൽ, ഒന്ന് ഫീമെയിലിനെ സൂചിപ്പിക്കുന്ന രണ്ട് സിമ്പിൾസ് ആണ് കൊടുക്കുന്നത്. മെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇതുമാണ്, മറ്റേത് ചെട്ടിനി എടുക്കുന്നതാണ്. മെയിൽ ഫീമെയില് നേരെ നിൽക്കുന്നത്, മെയില് ചെത്തിയിരിക്കുന്നത്. ഓക്കെ, ആ രണ്ട് സിമ്പിൾസ് ആണ്. കണ്ടല്ലോ. 326, 327 മാർക്ക് ചെയ്തേക്കുക. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മെയിൽ, ഫീമെയിൽ. ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഇപ്പൊ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ കുട്ടികളുടെ ഇതൊക്കെ എന്തെങ്കിലും മാർക്ക് ചെയ്യാനോ ഡെലിവറി ഒക്കെ ടൈമൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ മെയിലാണോ ഫീമെയിലാണോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ,
ഇനി ഇന്നെടുത്ത 4 പേജിൽ ഏതെങ്കിലും, ഇതിപ്പോ ഒരു പേജ് ആയിട്ട് കണക്കാക്കണ്ട, ലാസ്റ്റ് രണ്ടെണ്ണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും മുന്നിൽ പറഞ്ഞത് ക്ലിയർ ആവാത്തതുണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെ തന്നെ എന്തായാലും നമുക്കുള്ളൂ പഠിക്കാനും വായിക്കാനും ആയിട്ട്. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? എത്താനോ സ്പീഡ് കുറച്ച് കുറയ്ക്കോ എന്ന് ചോദിച്ച് ഞാൻ സ്പീഡിൽ പോയതോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ക്ലിയർ ആവാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാ ചോദിച്ചേ. എന്തെങ്കിലും പറഞ്ഞോ, ഏത് പേജാന്ന് പറഞ്ഞാൽ മതി, ഏത് നമ്പറുള്ള പേജാന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നിങ്ങൾ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെയൊക്കെ മീനിങ് ഒക്കെ നോക്കിയെടുത്ത് നമ്മള് എന്താ പറയാ, ഇതിനൊക്കെ എക്സാമ്പിൾസും കൊടുത്ത് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷനും പറ്റൂല, അതിനപ്പുറം കടന്നാലും പറ്റില്ല. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് ഒത്തിരി ഉണ്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കിയെടുത്ത് മനസ്സിലാക്കി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോ ഇപ്പൊ എന്തെങ്കിലും അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ മറ്റേത് ആദ്യം പഠിച്ച പ്രിഫിക്സിലും സഫിക്സിലും ഒക്കെയാണ് ഈ പ്രിഫിക്സ് അതുപോലെ ചേർന്ന് വരുന്ന അല്ലെങ്കിൽ സഫിക്സ് ചേർന്ന് വരുന്ന വേർഡുകൾ ചിലപ്പോൾ കണ്ടെത്തിയതിന് എക്സാമ്പിൾസ് അറിയണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടായിരിക്കും. നമ്മൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ സാധനം, അതിന്റെ മീനിങ് അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഇതെന്താണെന്നൊന്ന് അറിയണം. സോ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ പ്രിഫിക്സുകള്, സഫിക്സുകള്, റൂട്ട് വേർഡ്സ്, അബ്രീവിയേറ്റഡ് ഫോംസ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കിട്ടും. ഓരോന്നിനും എക്സാമ്പിൾസ് അടക്കം അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷൻസും, എക്സാമ്പിൾ മാത്രമല്ല എക്സ്പ്ലനേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും അറിയാൻ താല്പര്യമുള്ള വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മളിതിവിടെ പറയാൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ലാസ്സുകൾ കൊണ്ടൊന്നും നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾ പറയുമോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലാതെ നമ്മൾ പഠിക്കുന്നത് എന്താ പറയാ നഴ്സിംഗ് ഫീൽഡില് അല്ലെങ്കിൽ ഡോക്ടറേറ്റിന്റെ ഫീൽഡിലുള്ള കാര്യങ്ങൾ. അവർക്കാണെങ്കിൽ അത് എന്താണെന്ന് അറിയണം, അത് ഏത് സമയത്ത് ഉപയോഗിക്കേണ്ടതാണെന്ന് അറിയണം, അതിന്റെ എക്സാമ്പിളൊക്കെ അവർക്ക് അറിയാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഡ്യൂറേഷൻ ഉണ്ട്, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനൊക്കെ സമയമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് we don't have any time. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെയൊക്കെ മീനിങ്സ്, അതുപോലെ തന്നെ ആ അബ്രിവിയേറ്റഡ് ഫോംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അവർക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. അറിയുന്ന ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. ആരെങ്കിലും അങ്ങനെ നോക്കിയായിരുന്നോ? അതൊന്നും ചോദിക്കട്ടെ. ഞാനത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഫിക്സ് എടുത്തോണ്ടിരുന്നപ്പോഴേ പറഞ്ഞിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാം. ആരെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയോ വല്ലതും? അങ്ങനെ കണ്ടോ അതിലൊട്ടും? ആരും കണ്ടിട്ടില്ല, അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് സമയമുള്ളപ്പൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അബ്രീവിയേഷൻസ് ആയിരുന്നു, പ്രിഫിക്സുകൾ, സഫിക്സുകൾ, റൂട്ട് വേർഡ്സ്, മെഡിക്കൽ ഫീൽഡിൽ അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റാഫുകളൊക്കെ തമ്മിൽ ഡോക്ടേഴ്സ് നഴ്സസിനോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസുകൾ, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ലെസ് കൺസ്യൂമർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ആണ് ഈ പറയുന്ന അബ്രീവിയേഷൻസ് ഒക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടത്. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഏകദേശം എല്ലാ ടീച്ചേഴ്സിന്റെയും ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളിലുള്ള ടോപ്പിക്കുകൾ എടുത്തു തീർന്നു എന്നാണ് നമുക്ക് ഏകദേശം അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ ട്രീസ മിസ്സിൻ്റെത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറയാമോ നിങ്ങള്? ഇനി എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ ഞാനിവിടെ റെഡിയാണ്. കാരണം എന്റെ ടോപ്പിക്ക് തീർന്നു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഞാനത് കേൾക്കാം. കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനോ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാനത് അതിനകത്ത് സൂചിപ്പിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ട്. സാർ പറയണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാറ് ക്ലാസ്സിൽ. ഇപ്പൊ ഇൻ കേസ് ആരെങ്കിലൊക്കെ ഫീസ് നമ്മളിവിടെ കൊടുക്കുന്ന ഫീസില്ലേ, ആ ഫീസിൽ എന്തെങ്കിലും തരത്തിലുള്ള അരിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്ലി ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ഫീസ് അടയ്ക്കണേ. അതിനെ കുറിച്ച് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ട് കൊടുത്തവരോട് അല്ലാട്ടോ പറയുന്നത്. കൊടുക്കാൻ ആരെങ്കിലും അരിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ പെർ മന്ത്ലി അല്ലേ കൊടുക്കുന്നേ? ആണോ? ആരെങ്കിലും പറയോ?
അതെ അതെ യെസ് അതെ ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആരെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ സ്റ്റാഫുകളുണ്ട്. അപ്പൊ ആ എന്താ പറയാ മന്ത്ലി കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും അവർ ചെയ്യാം. അപ്പൊ അതൊന്നും ജസ്റ്റ് സൂചിപ്പിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ കൊടുത്തവരും ഒക്കെ ഒരു പ്രശ്നമില്ല, കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കൊടുത്തേക്കാൻ എന്ന് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോ. അതനുസരിച്ച് ടീച്ചർ വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. ഓക്കെ, പറഞ്ഞില്ലേ അത് എന്നായിട്ട് വരും മോഡൽ എക്സാം? ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് തീർന്നല്ലോ. അതായത് മിസ്സിന്റെ എനിക്ക് ഒന്ന് ബുധനാഴ്ച വെനസ്ഡേ കൊണ്ട് ട്രീസാ മിസ് ക്ലാസ് തീർക്കുന്ന പറഞ്ഞ നിങ്ങളുടെ പോർഷൻസ്. ടീച്ചറിന് മാത്രമേ ഉള്ളൂ നീ അല്ലേ എന്ന് പറഞ്ഞേ? അതെ അതെ ഓക്കെ ആണല്ലോ. ആരെയും വേണ്ടി പെൻഡിങ് ഇല്ലല്ലോ. ഞാനിപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്തെങ്കിലും ചാപ്റ്റർ പറഞ്ഞു. എനിക്കാകെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. വലിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തന്നെയല്ല ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് കയറാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവായിരുന്നു. ബാക്കി എല്ലാ ടീച്ചേഴ്സിനും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നുപോലും മിസ്സായില്ല എന്ന് നിങ്ങളാണ് എൻഷുർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. എല്ലാവരും എടുത്ത് തീർത്തല്ലോ. 1-2 മൊഡ്യൂളുകൾ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചേഴ്സ് കവർ ചെയ്തു. ഒന്നാമത്തെ മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞേ? ഒന്നാമത്തെ മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 13. ഓക്കെ. രണ്ടാമത്തെ മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 15. അപ്പൊ 13 + 15 28 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലബോറട്ടറി സർവീസസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, റൈറ്റ് അല്ലേ? അതെ. അപ്പൊ ടീച്ചർ അത് കംപ്ലീറ്റ് ചെയ്തോളും. നാളെയും മറ്റന്നാളുമായിട്ട് ടീച്ചർ തീർത്തോളാം എന്നാ പറഞ്ഞേക്കണം. ടീച്ചറിന് കഴിഞ്ഞ ദിവസം ടീച്ചർ പെട്ടെന്ന് വരാൻ പറ്റിയില്ല, വയ്യാണ്ടായിട്ട്. അത് പെട്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് സോളി മിസ് അവിടെ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് തീർത്തു. അപ്പൊ ടീച്ചർ ഞാൻ ക്ലാസ് എടുത്തൊക്കെ തീർക്കുന്നു. ഓക്കെ. എല്ലാ മിസ്സിന്റെയും കൂടെ എക്സാം ഒരുമിച്ചാണോ അതെ ഓരോരുത്തരുടേതായിട്ടാണോ? ഏതാടാ ഈ 1ഉം 2ഉം അല്ലേ? 1ഉം 2ഉം സെപ്പറേറ്റ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിന്റെ മാത്രം ഒരു മോഡൽ എക്സാം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മൊഡ്യൂളിന്റെ മാത്രം മോഡൽ എക്സാം. ഓക്കെ. ഈ മോഡൽ എക്സാംസ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് എന്തെങ്കിലും നമ്മൾ ഇത് വെച്ച് ചെയ്യരുത്. കുറച്ചുകൂടി സിൻസിയർ ആയിട്ട് നമ്മൾ പോയിട്ട് എന്താ പറയാ ഈ ഒന്നാമത്തെ മൊഡ്യൂള് നിങ്ങൾക്കറിയാം 13 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലൂടെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ മോക്ക് ടെസ്റ്റുകൾ പഠിക്കുക. കിട്ടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പറയുന്നത് ആ എടുക്കുന്ന ഭാഗം 2 പേജോ 3 പേജോ 4 പേജോ ഒക്കെയാണ് ടീച്ചേഴ്സ് എടുക്കുന്നത്. ചിലപ്പോൾ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ 3-4 പേജ് ഒക്കെ മൂവ് ചെയ്യും അല്ലെ, ഒറ്റ മണിക്കൂർ കൊണ്ട്. ഇച്ചിരി ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ 2 പേജൊക്കെ നീങ്ങുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആ സമയത്ത് അതൊന്ന് വായിച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ വരുന്ന സമയത്ത് 1-2 പ്രാവശ്യമൊക്കെ ആ ചാപ്റ്റേഴ്സ് ആ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ പരീക്ഷ ഒന്നാമത്തെ മൊഡ്യൂൾ മാത്രം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്നുകൂടി റെഫർ ചെയ്ത് മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ തരുമ്പോൾ നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടാതെ ആരെങ്കിലും നോട്ട് ബുക്കിൽ എഴുതി വെക്കാറുണ്ടോ? എഴുതി വെക്കുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ ചെയ്യണം. എഴുതി വെക്കണം. എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പോയി വീണ്ടും അവിടെ ക്ലാസ് റൂമിൽ കയറി തപ്പി നോക്കി അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് തരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിക്കുക. ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുക. ആ മൊഡ്യൂൾ തിരിച്ചു പഠിക്കുക. അല്ലെങ്കിൽ ഫ്ലാഷ് ആകും. കാരണം നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് എപ്പോഴും മിക്സഡ് ആയിട്ടുള്ള 1, 2, 3, 4 മൊഡ്യൂൾസ് തന്നെയാണ്. അത് മോഡൽ ആയിക്കോട്ടെ മെയിൻ എക്സാം ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം. ഈ മോഡൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അത് ഫൈനൽ എക്സാമിൽ ഇത്രയും കണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. ഓക്കെ. അല്ലെങ്കിൽ ഫൈനലിൽ ഇതെല്ലാം കൂടി. കാരണം ഒന്നുകൂടി പറയാം, ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കുറച്ചുകൂടി ഈസിയാണ്. എന്നാൽ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ അത്ര ഈസി അല്ല. ഈസി അല്ല എന്ന് പറയുന്ന കാരണം അത് കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. മാത്രമല്ല കുറെ എന്താ പറയാ ഈ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ ഡിപ്പാർട്ട്മെന്റുകളോ ഒന്നും അല്ല. അപ്പൊ അതിൻ്റെതായ ഇച്ചിരി പ്രശ്നങ്ങൾ ആ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ ഉണ്ട്. കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെയൊക്കെ കോമൺ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ആയിട്ടുള്ള നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളെ ക്ലാസിഫൈ ചെയ്തല്ലോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ വിഭാഗമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ഈ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇച്ചിരി കൂടി കൂടുതൽ സമയം നമുക്ക് അത് വായിക്കാനും പഠിക്കാനൊക്കെ എടുക്കേണ്ടി വരും.
വളരെ ശ്രദ്ധിച്ച് കിട്ടുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത് വെറുതെ ഒരു പരീക്ഷ എഴുതുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു ജോലി നേടാൻ വേണ്ടി നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് വിചാരിക്കാം. മിസ് നല്ല മാർക്ക് വേണോ? എത്ര മാർക്ക്? നല്ല മാർക്ക് ഉണ്ടായാല് ജയിക്കുന്നുണ്ടോ? എത്ര മാർക്ക് വേണം ജയിക്കാനോ? ഔട്ട് ഓഫ് 60 ആണ് മാർക്ക് ഓരോ മൊഡ്യൂളിലും. 60-ലാണ് മാർക്ക്. ഒരു പേപ്പറിന് മെയിൻ പേപ്പർ വരുമ്പോ 40 മാർക്ക് അത് നിങ്ങളുടെ എന്താ പറയാ ഇന്റേൺഷിപ്പിന്റെ ഇന്റേണൽ മാർക്ക് കൂടി ഉണ്ട്. ഇന്റേണൽ മാർക്ക് 40. അപ്പൊ ഒരു പേപ്പറിന് ശരിക്കും 100 മാർക്കാണ് വരിക. ജയിക്കാനൊക്കെ മാർക്ക് വേണം. 23 സംതിങ് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടി ഇത് കൺഫേം ചെയ്തിട്ടോ, ഞാനിപ്പോ പറയാം. ഒന്നുകൂടി കൺഫേം ചെയ്ത് തെറ്റ് പറയുന്നതിനേക്കാൾ നല്ല കൺഫേം ചെയ്ത കാര്യങ്ങൾ എനിക്ക്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ചോദിച്ചോ, ഞാൻ അപ്പോഴേക്കും ചോദിക്കാം. എക്സാം ഏപ്രിലാണോ മിസ്? ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് എക്സാം അല്ലേ? ഇപ്പൊ ഇവിടുത്തെ നിങ്ങളുടെ ഇപ്പോ പിന്നെ 138-ാമത്തെ പേജിലത്തെ നമ്പേഴ്സ് ഒന്ന് പറയോ? യെസ്, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എക്സാമിന് 60-ൽ 22 മാർക്കാണ് വേണ്ടത്. 22 മാർക്ക് ഞാൻ കൂട്ടി പറഞ്ഞു. 22 മാർക്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ 22 മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നതാണ്. 60 മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഇഷ്ടംപോലെ ഇടും. അതായത് നമ്മൾ അവിടെ അതനുസരിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായി പഠിച്ചു. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്താൽ നമുക്ക് അത്രയും മാർക്ക് കിട്ടും. ബുദ്ധിമുട്ടൊന്നുമില്ല കിട്ടാനായിട്ട്. ഓക്കെ, പിന്നെ ചോദിക്കട്ടെ, എക്സാം ഡേറ്റ് എന്നാണ് മാഡം? എന്തോ ഡേറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരും കേട്ടോ. ബുധനാഴ്ചയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഏകദേശം എൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് അവിടുന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഡേറ്റ് ഇട്ട് തരും കേട്ടോ. തരും. അപ്പൊ 2 ദിവസം അല്ലെങ്കിൽ നാളെ ചിലപ്പോ തരും. അപ്പൊ നിങ്ങളത് നോക്കുക ഏത് ഡേറ്റ്സിനാവുന്നത്. ചിലപ്പോ എന്താ പറയാ നിങ്ങൾക്ക് ഷെഡ്യൂൾ ലീവ് പോലെയൊക്കെ കിട്ടും. ഷെഡ്യൂൾ ലീവ് തന്നിട്ട് എടുക്കുള്ള എക്സാം. നേരിട്ട് എന്ന് പറഞ്ഞിട്ട് നാളെ എക്സാം എന്ന് പറയില്ല. എന്തായാലും നിങ്ങൾക്ക് ആ കിട്ടുന്ന സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക കേട്ടാ. അതനുസരിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. എപ്പോഴും പഠിച്ചോ? എല്ലാം തീർത്തിട്ട് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, പഠിക്കുന്നുണ്ട്. പഠിക്കണ്ടല്ലേ എല്ലാവരും? യെസ്, നല്ല രീതിയിൽ പഠിക്കണം. നെക്സ്റ്റ് മന്ത് ഏത് ഈ മോഡൽ എക്സാമോ? ഇല്ല, നെക്സ്റ്റ് മന്തിലേക്ക് പോവില്ല എന്തായാലും. നെക്സ്റ്റ് വീക്ക് ചോദിക്കും. നെക്സ്റ്റ് വീക്കോ ചിലപ്പോ വൈകുന്നേരം ഓഫ് ദിസ് വീക്കോ ഒക്കെ ചോദിക്കുന്നത്. അടുത്ത മാസത്തേക്ക് പോവില്ല. അടുത്ത മാസം നമുക്ക് വീണ്ടും 3rd and 4th മൊഡ്യൂളുകൾ എടുക്കണം. അതിനാണ് കുറച്ച് കൂടുതൽ. എക്സാം ഓൺലൈനാണ്. ഞാൻ പറയാം. ഞാനിപ്പോ മിസ് മാഡത്തിനെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോ കറക്റ്റ് ആയിട്ട് അതിന്റെ കലണ്ടറൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് വരും കേട്ടോ. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താൽ എന്താ നമുക്ക് ട്യൂഷൻ എന്തിനാ? ട്യൂഷന്റെ ആവശ്യമില്ല നമുക്ക്. കാരണം എന്താ പറയാ, ഇത് ഒന്ന് മെഡിക്കൽ ടെർമിനോളജി ആണ് ഞാനെടുത്ത ചാപ്റ്റർ. ഇതിനകത്ത് കുറെ ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിക്കും. പറ്റിയതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റില് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റ് വളരെ എളുപ്പമല്ലേ? എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിളുള്ള ചാപ്റ്റർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മുഴുവനായിട്ട് തരംതിരിച്ചതും അതിനകത്ത് വരുന്ന ഓരോരോ ക്ലാസിഫിക്കേഷൻസും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ഞാൻ എടുത്തത്. 2 ഒന്ന് നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു, ഇന്നതാണ് ഇന്നത്, അബ്രിവിയേഷൻ അതിന്റെ മീനിങ്, പ്രിഫിക്സ് അതിന്റെ മീനിങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ചു. മറ്റേത് നമുക്ക് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട്
പഠിച്ചാൽ മനസ്സിലാവും. നോക്കണ്ട അത് മാസ്റ്ററിന് പറഞ്ഞ് വായിച്ചാൽ നന്നായി മനസ്സിലാവുന്നു. അങ്ങനെയാണ്. പിന്നെ കുറെ ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒന്ന് ചെറിയ ഒരു എന്താ പറയാ ഓടിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഇമ്പോർട്ടന്റ് ഒക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് തരാം അല്ലെ. എന്തായാലും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതില് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് എല്ലാ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ എന്താ പറയാ OPD-യിലും അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇല്ലേ, ആ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിനകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാ ഡിപ്പാർട്ട്മെന്റും കാർഡിയോളജി തുടങ്ങി നമ്മൾ യൂറോളജി വരെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞു അല്ലെ, സോറി കാഷ്വാലിറ്റി തുടങ്ങി. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞോ അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് ഒന്നും കുറയ്ക്കാനില്ല. അതിനകത്ത് സ്പെഷ്യൽ അല്ലെ ഇമ്പോർട്ടന്റ് എന്ന് പറയാനും എനിക്കില്ല. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചെങ്കിലും നമ്മുടെ ഭാവിക്കും അത് നല്ലതാണ്. കാരണം നമുക്കും അത് ഇനി ഫ്യൂച്ചറിൽ നമുക്കത് ആവശ്യമുള്ളതാണ്. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോ, ഇന്ന സ്ഥലത്തേക്ക് പോ, ഇന്ന സാധനം ഇന്ന സ്ഥലത്തായിരിക്കണം, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യണേ. തീർച്ചയായിട്ടും അത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ എക്സാമിന്റെ കാര്യം അടുത്ത തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ അത് അപ്പോഴേ നന്നായിട്ട് പ്രിപ്പയർഡ് ആകുക. ചിലപ്പോൾ ഇത് നമുക്ക് ഈ എക്സാമോ ഇതിനായിരിക്കും ചിലപ്പോൾ നമ്മൾ തമ്മിൽ കാണാം. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതണം. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അടുത്ത മോഡ്യൂളുകൾ എടുക്കുമ്പോൾ ഞാൻ ടീച്ചറിന്റെ വിടാം. ടീച്ചറിന്റെ ക്ലാസ് ആണ്. ഓക്കെ, സമയം കളയണ്ട. എന്തായാലും ഒരു 5 മിനിറ്റ് നേരത്തെ ലാസ്റ്റ് അടുത്ത ക്ലാസ് ടീച്ചർ ഓക്കെ. താങ്ക് യു മാം. നന്നായി എഴുതണേ പരീക്ഷ. നീ കണ്ടില്ലെങ്കിലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.